രാജഭരണത്തിന്റെ അധികാരത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ മോഹത്തിന്റെ പിന്തുണയോടെ ഭരണകാര്യങ്ങളിൽ മഹാരാജാവിനെ ഉപദേശിക്കാനെത്തി ദിവാൻ പദവിയോടെ ഭരണം സ്വന്തം കൈക്കുള്ളിലൊതുക്കി അധികാര ഗർജനം നടത്തി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി ഭീകരമായ ദിവാൻ ഭരണം നടക്കുന്ന കാലം. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്. Are you police officers or police dogs? അവിടെ ഇത് നടക്കുന്നു, ഇവിടെ അത് നടക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? രഹസ്യങ്ങൾ മണത്തറിയുന്ന പോലീസ് പട്ടികളാകാനല്ല നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമം നടപ്പിലാക്കാനാണ്. I want the law to be enforced at any cost. ട്രാവൻകൂർ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. And I am the ruler. ഞാൻ പറയുന്നതാണ് നിയമം. അത് നടപ്പായിരിക്കണം. ദിവാൻ ഭരണത്തിനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല. ശബ്ദിച്ചാൽ ആ ശബ്ദം ഇല്ലാതാക്കണം. യു ഷുഡ് ക്രഷ് ദം. ദിവാൻ ഭരണം നിലനിർത്തുക എന്നുള്ളത് ബ്രാഹ്മണ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഭാരതത്തിൽ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണിത്. ഈ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ദിവാൻ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സഭ കൂടിയിരിക്കുന്നത്. ക്ഷമിക്കണം സ്വാമി. ഈ സഭയെയും ഈ പൂണൂലിനെയും ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഞാൻ. സമൂഹത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ദിവാൻ ചവിട്ടിയരയ്ക്കുന്ന ക്രൂരതയാണ്, ദേശദ്രോഹമാണ്. ദിവാൻജിക്കെതിരെ നീ ഈ സഭയിൽ ഒറ്റയക്ഷരം സംസാരിക്കരുത്. അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടിനു വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായ ഈ നാട്ടിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി. അല്ലാതെ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ദിവാന്റെ ദുർഭരണം അവസാനിപ്പിക്കണം. ദിവാനെതിരെ ഈ സഭ ശബ്ദിക്കണം. നീ ഇവിടുന്ന് പോകാൻ. നിന്റെ അണ്ണനാ പറയുന്നത് പോകാൻ. ശരി ശരി. ഫീസ് അപ്പ തരാൻ പറഞ്ഞു. ശരിയെന്നാ. പോയിട്ട് വരേണ്ടി. ശരി മാ. ശിവാമി, അപ്പ എന്നാ ദിവാൻജിയെ കാണാൻ പോകുന്നത്? தெரியலண்ணா.
പറയ്. ശിവ എങ്ങടാ വൈറ്റി? ശിവൻ കൈലാസത്തില് പ്രസംഗിക്കാൻ പോയിരിക്കുക. അവൻ നന്നാവേ പേശുവാൻ. നല്ലാവേ പേശുവാൻ. ഇന്നലെ സഭയിലായിരുന്നു പ്രസംഗം. കലികാല ശിവൻ നെയ്ത്തിരി വെച്ചാലും മഠത്തിൽ നിലവിളക്ക് പോലും ശരിക്ക് കത്തുന്നില്ല. ശിവവൈഭവം. മഠത്തിന് ആയുസരാൽ എല്ലാരും അനുഭവിക്കണം. ശുഭ്ദിൻ ഭഗത് സിംഗ് സാബ്. ഈ മീശയും തൊപ്പിയും ഒക്കെയാണ് ശിവസുബ്രഹ്മണ്യത്തിന്റെ ആവേശം. ഒരുപാട് സായിപ്പന്മാരെ വെടിവെച്ചു കൊന്നതിന് കിട്ടിയ കൊലക്കയറിന് മുന്നിൽ നിന്നും വന്ദേ മാതരം വിളിക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. കൊച്ചുസ്വാമി വണക്കം. നമ്മളെ എന്നെ ഈ കൊച്ചുസ്വാമി കിച്ചുസ്വാമി എന്നൊന്നും വിളിക്കരുതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള. എന്നാ കൊച്ചൊന്ന് വിളിക്കാം. ആ അതാ ഭേദം. പക്ഷെ നിന്റെ ഈ കൊച്ചു കൈക്കുള്ളില് ഈ ശിവസുബ്രഹ്മണ്യത്തിനെ ഒതുക്കാമെന്നൊന്നും കരുതണ്ട. എന്നാ ദേശപ്രേമി കൊച്ചുസ്വാമി. അല്ല കൊച്ചു, ഇന്ന് രാത്രി എവിടെയാ പ്രോഗ്രാം? ഇന്നലെ സഭയിൽ നല്ല പ്രകടനായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ പോയാൽ വന്ദേമാതരവും പാടി എന്നെ എടുത്തോണ്ട് ഒളിച്ചോടാനേ പറ്റൂ. ഒരു കൈയിൽ കൊടിയും മറ്റേ കൈയിൽ നീ അല്ലേ ഭാഗ്യ? ഒരു കൈ ചട്ടവുമായി സുബലക്ഷ്മി അമ്മ അടുക്കളയിൽ തുള്ളി നിൽക്കുന്നുണ്ട്. നീ സംഗീത ക്ലാസ് കഴിഞ്ഞല്ലേ? ഇങ്ങോട്ട് കയറുന്നില്ല, ഞാനൊരു ക്ലാസ് തരാം. എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഒരു തിളക്കം കാണുന്നില്ലേ? ഇല്ല. പോയോ? കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. സൂക്ഷിച്ചോ? ഇല്ല. സൂക്ഷിച്ചു നോക്ക്. ഇല്ല. വരും, തിളക്കം വരും. നീ കണ്ണടച്ചു നോക്ക്. നീ കണ്ണടച്ചു നോക്ക്. കണ്ണു തുറക്കല്ലേ? കണ്ണു തുറന്നാൽ തിളക്കം വരും. നിനക്ക് എത്ര വേണം? 1 വേണോ 2 വേണോ? അണ്ണാ എന്താ? നിറച്ച് കഴിക്ക്, നിറച്ച് കഴിക്ക്. കെ.ജെ വിളിച്ച് 4 തട്ടാനുള്ളതല്ലേ അമ്മ. ഇന്നലെ സഭയിൽ വന്ന് വന്ദേമാതരം വിളിച്ച് ഇയാളങ്ങ് പോയി. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ഇല്ലേ ശുദ്ധബ്രാഹ്മണൻ ശിവസുബ്രഹ്മണ്യൻ സഭയ്ക്ക് പുറത്ത്. ഏണ്ടാ ഇപ്പി പണ്ടേ. സമാധാനമായിട്ട് 2 ചൂട് ദോശ എന്നെ സമ്മതിക്കത്തില്ലല്ലേ? നീ ആ ഈ മഠത്തിലെ സമാധാനക്കേട്. ഞാൻ കർശനമായിട്ട് പറയുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്ന് പോലെ നിർത്തിക്കോണം എല്ലാം. കേട്ടമ്മ, നമ്മ പാർസാരഥി അയ്യങ്കാർ ദിവാനെ കാണാൻ പോകുന്നുണ്ട്. ഇവരുടെ ജോലി ശരിയായി കൊടുക്കാമെന്ന് സ്വാമി പറഞ്ഞിരിക്കുക. ജോലി ചെയ്ത് 10 കാശ് സമ്പാദിച്ച് ഇവിടെ കരുത്തിൽ കയ്യിലും ബലം വാങ്ങിച്ചിട്ട് കൊടുക്കുക. വെറുതെ അണ്ണനാണെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? ഇവിടെ കെട്ടിച്ചയക്കണ്ടേ? വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ. നാട് നന്നായാലേ വീട് നന്നാവും. എന്താ? பேசாம சாப்பிடுறா.